മണ്ഡലമാസം തുടങ്ങിയ പിന്നെ ഒട്ടുമിക്ക വീടുകളിലും പരിപ്പും പപ്പടവും സാമ്പാറും അവിയലും ഒക്കെയാണല്ലേ. നമുക്കതിൽ നിന്നൊരു വെറൈറ്റി പിടിച്ചാലോ? ഈ മണ്ഡലമാസം കഴിയുന്നതിന് മുമ്പ് എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിനു മുന്നേ ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ. ഇന്നത്തെ നമ്മുടെ താരം ഇവനാണ്, സോയ ചങ്ക്സ്. സോയ ചങ്ക്സ് ഇഷ്ടമില്ലാത്തവരായിട്ട് വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പം നമുക്കിവിടെ നോമ്പ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് സോയ ചങ്ക്സ്. പക്ഷേ ഇപ്രാവശ്യം ഞാനൊരു വെറൈറ്റി പിടിച്ചതാണ് കേട്ടോ. ഒരു സോയ ചങ്ക്സ് ബിരിയാണിയാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. യൂട്യൂബിൽ നമ്മുടെ ഇഞ്ചിപ്പെണ്ണിൻ്റെ വീഡിയോ കണ്ടിട്ടാട്ടോ ഞാനിതൊന്ന് ട്രൈ ചെയ്തത്. ആഴ്ചയിൽ 7 ദിവസവും ഉച്ചയ്ക്ക് മീനും കൂട്ടി ചോറുണ്ണുന്ന മലയാളികൾക്ക് മണ്ഡലമാസം തുടങ്ങിക്കഴിഞ്ഞാൽ നോമ്പെടുക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലേ. മീനിനോടും ഇറച്ചിയോടൊന്നും ഒരു കൊതിയും തോന്നില്ലാത്തൊരു സമയമാണ് നമ്മളുടെ മണ്ഡലമാസത്തെ നോമ്പ് കാലം. ഞാൻ കുഞ്ഞുനാളിൽ 2 തവണ അച്ഛൻ്റെ ഒപ്പം മലയ്ക്ക് പോയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു കേട്ടോ അത്. തിരക്കിൻ്റെ ഇടയ്ക്ക് ഒരു 30 സെക്കൻഡ് പോലും നമുക്ക് തികച്ച അയ്യപ്പനെ തൊഴാൻ പറ്റാറില്ല. എന്നാലും ആ ഒരു 30 സെക്കൻഡ് ഉള്ളിൽ കാണുന്ന ആ ചൈതന്യമുള്ള ഒരു മുഖം, ആഹാ, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ആ തൊഴുതിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി, അത് നമ്മൾ വേറെ എന്തൊക്കെ ചെയ്താലും കിട്ടുമോയെന്ന് എനിക്കറിയില്ല. പിന്നീട് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും എല്ലാ വർഷവും വീട്ടിൽ അച്ഛനും അനിയനും മാലയിടുന്നതും കെട്ട് നിറയ്ക്കുന്നതും മലയ്ക്ക് പോകുന്നതും ഒക്കെ ഭയങ്കര വലിയൊരു അനുഗ്രഹമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. ഒരിക്കൽ നേരിട്ട് കണ്ടാൽ പിന്നെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു രൂപമാണ് അയ്യപ്പൻ്റേത്. ഇന്ന് ഞങ്ങളുടെ ഒപ്പം ഉച്ചയൂണിനൊരു കന്നി അയ്യപ്പനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ആൾ വന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. വേറെ ആരുമല്ല, എൻ്റെ ഫിയാൻസിയാണ്. എൻ്റെ പേജ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആൾ ആദ്യമായിട്ടാണ് മാലയിടുന്നത്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.